ഹായ്, പുതിയൊരു സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് തിയേറ്ററിൽ നല്ല അഭിപ്രായം കിട്ടി, എന്നാൽ തിയേറ്ററിൽ വിജയിക്കാതെ പോയ OTT റിലീസ് ചെയ്ത സിനിമ പല്ലോട്ടി 90 കിഡ്സ്. ഇതിൻ്റെ റിവ്യൂലോട്ടാണ്. ഡയറക്ടർ ജിതിൻ രാജ്, റൈറ്റർ ദീപക് വാസൻ. ഈ ഒരു സിനിമയെന്ന് പറഞ്ഞാൽ നേരത്തെ എല്ലാവർക്കും പരിചിതമായിരിക്കും. 2023 സംസ്ഥാന അവാർഡിൽ മികച്ച കുട്ടികളുടെ സിനിമയ്ക്ക് അവാർഡ് കിട്ടിയതാണ് പല്ലോട്ടി 90 കിഡ്സ്. അതുകൂടാതെ മികച്ച ബാലതാരത്തിനുള്ളത് ഡാവിഞ്ചി, മാസ്റ്റർ ഡാവിഞ്ചി സന്തോഷ്, ഈ ഒരു പയ്യനും കിട്ടിയിട്ടുണ്ടായിരുന്നു. അന്ന് ഈ ഒരു പടം ഇറങ്ങിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് എല്ലാവർക്കും അറിയത്തില്ലായിരുന്നു. ഈ ഒരു അടുത്ത സമയത്താണ് ഇത് ഇറങ്ങിയത്. കാരണം സെൻസർ ചെയ്ത ആ വർഷം വേണമെങ്കിൽ സംസ്ഥാന അവാർഡിന് കൊടുക്കാം. താമസിച്ചാണ് ഈ പടം റിലീസ് ചെയ്തത്. ഈ പടത്തിനെ പറ്റി പറയുവാണെങ്കിൽ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ കൊച്ചുനാളിലെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഓർമ്മ വരും. എനിക്ക് ഈ ഒരു റിവ്യൂ ചെയ്യുമ്പം എനിക്ക് ആ പല്ലോട്ടി എന്ന് പറഞ്ഞാൽ പഴയ ഒരു മുട്ടായി ഉണ്ടല്ലോ, അത് നിങ്ങളെല്ലാവരും കഴിച്ചിട്ടുണ്ടായിരിക്കും. ഏറെക്കുറെ പേര്, ഞാനും അത് കഴിച്ചിട്ടുണ്ട്. അത് 1 രൂപയ്ക്ക് എൻ്റെ സമയത്തൊക്കെ 1 രൂപയ്ക്ക് 4 എണ്ണം കിട്ടുമായിരുന്നു. അത് പല പല കളർ ഉണ്ടായിരുന്നു. ഞാൻ കണ്ടിട്ടുള്ള സമയത്തുള്ളതെന്ന് പറഞ്ഞാൽ മഞ്ഞ, പച്ച, ചുവപ്പ്, ഈ ഒരു കളറിലായിരുന്നു വന്നിട്ടുള്ളത്. ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ, ഈ ഒരു പേര് വീഴാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ അലിയിപ്പിച്ച് കഴിക്കേണ്ടതെന്ന് വെച്ചാൽ നാവിൽ അലിയിപ്പിച്ച് കഴിക്കേണ്ട ഒരു മുട്ടായിയാണ്. നമുക്ക് കടിക്കാൻ പറ്റത്തില്ല. കടിച്ചു കഴിഞ്ഞാൽ പല്ലയിൽ ഒട്ടി ഇങ്ങനെ ഇരിക്കുക. അതാണ് ഇതിൻ്റെ മെയിൻ പേര് വീഴാൻ കാരണം. ഈ ഒരു റിവ്യൂലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു രസകരമായിട്ടുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. ഞാൻ ഈ റിവ്യൂ ചെയ്യുമ്പോഴാണെങ്കിൽ എനിക്ക് ഈ ഒരു മുട്ടായി വാങ്ങിയിട്ട് വന്ന് റിവ്യൂ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇത് വാങ്ങാൻ വേണ്ടി പോയായിരുന്നു. കുറേ ഈ പത്തനാപുരം ഇത്രയും ദാരിദ്ര്യം പിടിച്ചൊരു ടൗണായി പോയെന്ന് തോന്നുന്നു പത്തനാപുരം. കാരണം അവിടെയുള്ള എല്ലാ കടയിലും ഈ ഒരു മുട്ടായിക്ക് വേണ്ടി നോക്കി. പക്ഷേ ഇപ്പം കിട്ടാൻ ചാൻസ് കുറവാണ്. സാധാരണ ഈ സ്കൂൾ പരിസരത്തൊക്കെ കാണുമായിരിക്കും. അവിടെയും പോയി, സെൻറ്റ് സ്റ്റീഫൻസ് സ്കൂളിൻ്റെ താഴെ മൊത്തമുള്ള കടയും പോയി നോക്കി. അവരുടെ അടുത്ത് ആദ്യമേ ചെന്ന കടയിൽ ചോദിച്ചപ്പം അവിടെ ഒരു ചേച്ചിയും ആണ് ഇരുന്നിട്ടുള്ളത്. ഒരു ബുക്ക് സ്റ്റോളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. അവരുടെ അടുത്ത് ചെന്ന് ചോദിച്ചപ്പം അത് സാധാരണ മുട്ടായും ഇതുമെല്ലാം കിട്ടും, പിള്ളേർക്കുള്ള പരിപാടികളെല്ലാം കിട്ടും. അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ അവർ ചോദിച്ച പല്ലോട്ടി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറയും അതെന്തോ സാധനം എന്ന് ചോദിക്കുന്നത്. അപ്പം കൂടുതലും പേർക്ക് ഈ ഒരു സമയത്തുള്ളവർക്ക് അറിയത്തില്ല. എന്നാൽ ഏറെക്കുറെ പേർക്ക് അറിയുകയും ചെയ്യാം. ഒരു സാധാരണ ഒരു ഗ്രാമപ്രദേശത്തായിരിക്കും കൂടുതൽ കിട്ടുന്നത്. അവിടെ പോയി തിരക്കി അവിടെയും കിട്ടിയില്ല. പിന്നെ വേറൊരു കടയിൽ പോയി തിരക്കിയപ്പം പുള്ളിക്കാരൻ്റെ അടുത്ത് ചോദിച്ചു പല്ലോട്ടി ഉണ്ടോ എന്ന് ചോദിച്ചപ്പം പുള്ളിക്കാരൻ ചോദിച്ചാൽ അതെന്തോ സാധനം. ഞാൻ പറഞ്ഞില്ല, നമ്മൾ മുട്ടായിയുടെ പേരാ പല്ലോട്ടി. അപ്പോൾ ആ പുള്ളിക്കാരൻ ഒരു പല്ലോട്ടി എന്ന് പറഞ്ഞിട്ട് എക്ലൈസ് എടുത്ത് എന്നിട്ട് പറയുക ഇത് കടിച്ചു കഴിഞ്ഞാൽ പല്ലിൽ ഒട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ പറയുന്നത്. അപ്പോൾ അവർക്കൊന്നും വലിയ രീതിയിൽ അറിയത്തില്ല. അപ്പം ഇത്രയേ ഉള്ളൂ ഒരു രസകരമായിട്ട്. പിന്നെ മുട്ടായി കിട്ടിയില്ല, അത് തന്നെ വേറെ ഒരു കാര്യം. ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ ഇതുപോലെ ഫെസ്റ്റിനൊക്കെ വരുമ്പം അവിടെ നോസ്റ്റാൾജിയ കിട്ടുന്ന കുറേ മുട്ടായികൾ കാണാറുണ്ട്. അപ്പോൾ ഈ ഇടയ്ക്കൊക്കെ, അപ്പോൾ ഈ കാർണിവലിലും ഇതുപോലെ ഫെസ്റ്റൊക്കെ വരുമ്പോഴേ നോക്കിയാൽ മതി, അവിടെ കിട്ടും. പിന്നെ റിവ്യൂലോട്ട് പോകുകയാണെങ്കിൽ എനിക്ക് പടം തുടങ്ങുന്നത് LJP പ്രസൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പടം തുടങ്ങുന്നത്. ആദ്യത്തെ ഷോട്ട് തൊട്ട് തന്നെ നമുക്ക് നോസ്റ്റാൾജിയ കിട്ടുന്ന ഒരു ഷോട്ടുകളെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് ആദ്യമേ ഒരു ഓട്ടം, 2 പിള്ളേർ തമ്മിലുള്ള മത്സരമാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനകത്ത് തന്നെ കാണിച്ചു വെച്ചിരിക്കുന്നത്. അതുപോലെ നമ്മൾ ഇതുപോലെ വാശിക്ക് ഓട്ടം ഓടുന്ന മത്സരം കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞാനും അതുപോലെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ഇതുപോലെയൊക്കെ വരുന്നതിന് മുമ്പ് ചില പിള്ളേരുടെ അടുത്തൊക്കെ വാശി പിടിക്കാൻ വേണ്ടി ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ചെരുപ്പ്, അടുത്ത ഷോട്ട് ചെരുപ്പ് പൊട്ടുമ്പം അതിനകത്തുനിന്ന് നമ്മൾ തുണി വെച്ച് അതിൻ്റെ ഷർട്ടിൻ്റെ ഒരു അറ്റം വെച്ച് ചെരുപ്പ് ഇടുന്ന ഇതൊക്കെ ഉണ്ടല്ലോ. കറക്റ്റ് ഇതൊക്കെ കണ്ടപ്പോൾ നമുക്ക് അത് ആ ഒരു രീതിയിലോട്ട് നമ്മുടെ പഴയ ഒരു കാലഘട്ടത്തിലോട്ട് പോയി. പിന്നെ ആ ലൊക്കേഷനൊക്കെ കറക്റ്റ് നമുക്ക് ആ ഒരു സമയത്ത്, അതായത് 90കളിലൊക്കെ ഉള്ള പേരുടെ കൂട്ടുള്ള ലൊക്കേഷനിലൊക്കെയാണ് അത് എടുത്തു വെച്ചേക്കുന്നത്. പിന്നെ യൂണിഫോമിൻ്റെ കാര്യം, ഞാനും പഠിച്ചപ്പം ഇതിനകത്ത് ആ ചന്ദന കളറിൻ്റെ ആ ഒരു ഷർട്ടും ആ ഒരു പാൻറ്റ്, ചുമന്ന ഒരു പാൻറ്റല്ല പാൻറ്റ് ആയത് ഏകദേശം 4ാം ക്ലാസ്സിലൊക്കെ, അതിന് മുമ്പ് നിക്കറൊക്കെ ആയിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതൊക്കെ കറക്റ്റ് രീതിയിൽ അവർ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കത് പറയാതൊക്കെ ഓർമ്മ വരും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു പാട്ടാണ് കാണിക്കുന്നത്. പാട്ടെന്ന് പറഞ്ഞാൽ ആ പാട്ടിനകത്ത് ഉള്ള ഏറെക്കുറെ നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും, സ്കൂളിൽ പോകുമ്പം മാങ്ങ എറിയുന്നത്, ഞാൻ നെല്ലിക്കയൊക്കെ എറിഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമുക്ക് അതൊക്കെ കാണുമ്പോൾ പക്ഷേ കഥയെക്കാട്ടിനും ഉപരി ഈ ഒരു സിനിമ ഇതേപോലെ കണ്ട് ആസ്വദിക്കാനാണ് എനിക്കിഷ്ടം. കാരണം ചെറിയൊരു കഥയുള്ളൂ, പക്ഷേ ഇതേപോലെ 2 പിള്ളേർ എന്ന് വെച്ചാൽ ഇച്ചിരി മിഡിൽ അല്ല, അതിലും താഴെ നിൽക്കുന്ന ഒരു 2 കുടുംബത്തിലുള്ള 2 പിള്ളേരുടെ ഒരു ഫ്രണ്ട്ഷിപ്പും ആ ഒരു രീതിയിലൂടെ എങ്ങനെ പോകുന്നതാണ് കഥ കാണിക്കുന്നത്. അത് നല്ല രീതിയിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ആഴം അവർ നല്ലോണം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആ സമയത്തുള്ള മുട്ടായി കാണിക്കുന്നുണ്ട്. അന്ന് പറഞ്ഞതിൻ്റെ തൊട്ട് പല്ലൊട്ടി കാണിക്കുന്നുണ്ട്. പിന്നെ ബബിൾക്കം എന്ന് പറയുമ്പം പണ്ട് ഈ ബൂമറിൻ്റെയൊക്കെ മുമ്പ് ഒരു ബബിൾക്കം ഉണ്ടായിരുന്നു. അത് അപ്പോൾ ആ ബൂമറിന് അല്ല, ഇത് രണ്ടുപേരും എന്തോ മാർക്കറ്റിലുണ്ട്. ഈ ക്രിക്കറ്റിൻ്റെ കാർഡ് കിട്ടുന്നത്. അപ്പോൾ അന്ന് സച്ചിൻ്റെ പിള്ളേർ പൈസ ചുരുക്കൂട്ടി വെച്ച് പോയി ബബിൾക്കം മേടിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നിന്ന് സച്ചിൻ്റെ കാർഡ് കിട്ടുന്നുണ്ട്. സച്ചിൻ്റെ കാർഡ് എന്ന് പറയുമ്പം 99 ഷാർജ കപ്പ് സച്ചിൻ്റെ ഏറ്റവും നല്ലൊരു സെഞ്ചുറിയിൽ ഒന്ന്, കെനിയയ്ക്കെതിരെ, ആ ഒരു ഫോട്ടോയാണ് അതിനകത്തുള്ളത്. ആ ജേഴ്സി കണ്ടുകൊണ്ട് എനിക്ക് മനസ്സിലായതാണ്. അത് കഴിഞ്ഞിട്ട് ഓരോരോ ചിത്രഗീതം, ആ സമയത്ത് ദൂരദർശനിൽ കാണിക്കുന്ന കുറേ കാര്യങ്ങൾ, ആ പരിപാടികളൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ പിള്ളേരുകളെല്ലാം കൂടി പോയി TV ഉള്ളിടത്ത് പോയിരുന്ന് TV കാണുന്നത്, കറക്റ്റ് കാര്യങ്ങളെല്ലാം നമുക്കത് കിട്ടുന്നുണ്ട്.
അതിനകത്ത് പിന്നെ അണ്ടർടേക്കർ ഒരു കൊച്ചിന് ഇത് കിട്ടുന്നുണ്ട്, ഹാർലി മേടിക്കുന്നുണ്ട് കളിപ്പാട്ടം. അപ്പോൾ അതിനകത്ത് അണ്ടർടേക്കറിൻ്റെ റെഫറൻസ് കാണിക്കുന്നുണ്ട്. പിള്ളേരെല്ലാം കൂടി ചെന്നിരുന്ന് അണ്ടർടേക്കറിൻ്റെ കളി. അണ്ടർടേക്കർ ആരെന്ന് വെച്ചാൽ WWE അന്ന് കത്തി നിന്നൊരു സൂപ്പർ സ്റ്റാർ ആയിരുന്നു. ഇപ്പോഴും പുള്ളിക്കാരൻ ഇപ്പോൾ റിട്ടയർഡ് ആയി. പക്ഷേ ആ സമയത്ത് പുള്ളിക്കാരൻ്റെ കുറച്ച് റെഫറൻസ് കാണിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് കുറച്ച് യോജിക്കാതെ പോയെന്ന് പറഞ്ഞാൽ അതിനകത്ത് അണ്ടർടേക്കറിൻ്റെ ഒരു മാച്ച് കണ്ടുകൊണ്ടിരിക്കുമ്പം പുള്ളി അത് 90 സമയത്തുള്ള ഒരു മാച്ചായിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ ആ കാണിക്കുന്ന മാച്ച് എന്ന് പറഞ്ഞാൽ 2008, 2009 എനിക്കൊന്ന് എഡ്ജിൻ്റെ കൂട്ടൊക്കെ ഉള്ള ഒരു മാച്ചാണ് തോന്നുന്നു കാണിക്കുന്നത്. ആ സമയത്ത് പുള്ളി അമേരിക്കൻ ബാഡാസ് എന്ന് പറഞ്ഞൊരു ഗിമിക്ക് വരുന്നുണ്ടായിരുന്നു. അതായത് നമ്മൾ ഈ ഹിമാലയത്തിലൊക്കെ ട്രിപ്പ് പോകത്തില്ല, അതേപോലെ അമേരിക്കക്കാർ നടക്കുന്ന ഒരു ഹാർലിക്കകത്ത് ജാക്കറ്റ് ഇട്ടുണ്ടായിരുന്നു പുള്ളി അന്ന് റിങ്ങി വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ആ റിങ്ങി വന്നുകൊണ്ടിരുന്ന സമയത്ത് ഹാർലിക്കകത്ത് വരുന്നത്. ആ ഹാർലി അന്ന് ട്രെൻഡാണ്. ഞാനൊക്കെ ആ സമയത്ത് തൊട്ടേ WWE ഒക്കെ കാണാറുണ്ട്. അതൊക്കെ നമുക്ക് ഓർമ്മ വന്ന്. അപ്പം ഇതിനകത്ത് കുറേ ഒരു റൂമേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു, അണ്ടർടേക്കറിൻ്റെ അനിയൻ കെയിൻ ഉണ്ടെന്നും കണ്ണി ആസിഡ് ഒഴിച്ചിട്ടുണ്ട്. ആ സമയത്ത് കൊച്ചുനാളി കേട്ട റൂമറാണ് അത്. ഇതിനകത്ത് അവരെടുത്ത് കാണിച്ചിട്ടുണ്ട്. സൈജു കുറുപ്പുണ്ട്, മഞ്ജുളയേട്ടൻ, എന്നിട്ട് ആ ഒരു ക്യാരക്ടറും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ചും കൂടെ ഒന്ന് ക്യാരക്ടർ ഒന്ന് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, കുറച്ചും കൂടെ ഒന്ന് ക്യാരക്ടർ ഡെവലപ്പ് ചെയ്ത് വരാമെന്ന് തോന്നി. പിന്നെ ആ പുള്ളിക്കാരൻ്റെ ഒരു ഇമോഷൻ കാണിക്കുന്നുണ്ട്. ആ സമയത്ത് ഫാമിലി രക്ഷപ്പെടുത്താൻ എല്ലാവരും ഗൾഫിലൊക്കെ കയറി പോകുന്ന ഒരു സമയമുണ്ടല്ലോ, അതും പുള്ളി വേറൊരു രീതിയിൽ കഥയോടെ കാണിക്കുന്നുണ്ട്. ആ കഥ നല്ല രീതിയിൽ കാണിച്ചേക്കുന്നതൊക്കെ നല്ല മേക്കിംഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാമറമാൻ ചെയ്തേക്കുന്നത് ഷാരോൺ ശ്രീനിവാസൻ, പുള്ളിക്കാരന് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ മ്യൂസിക് ചെയ്തേക്കുന്നത് അയ്യപ്പ മണികണ്ഠ. ഇതിനു മുമ്പ് ചെയ്തേക്കുന്നത് അഞ്ചാ കള്ള കോക്കൻ. അതിനകത്തെ മ്യൂസിക്കൊക്കെ ഉണ്ടല്ലോ, അതേപോലെ തന്നെ നമുക്ക് കണക്റ്റ് ആകുന്ന മ്യൂസിക്കാണ് ഇതിനകത്ത് ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ടോട്ടലി മൊത്തം കൊണ്ട് ഒരു നല്ല രീതിയിൽ നമുക്ക് കണക്റ്റ് ആക്കി ആക്കാൻ പറ്റിയ ഒരു സ്റ്റോറി ആയിട്ടാണ് എനിക്ക് ഇത് കണ്ടിട്ട് തോന്നിയത്. പിന്നെ ഇതിനകത്ത് ബാലു വർഗീസ് ഉണ്ട്, അർജുൻ അശോകനുണ്ട്. ഇവർ രണ്ടുപേരും എന്ന് പറഞ്ഞാൽ പണ്ടത്തെ കൊച്ചുങ്ങൾ എന്ന് വെച്ചാൽ ഈ ഉണ്ണിയും കണ്ണൻ ചേട്ടനും ഇവർ രണ്ടുപേരും ഫ്രണ്ട്സ് ആയിട്ടുള്ളത്. അപ്പോൾ അവർ രണ്ടുപേരും വലുതായിട്ട് വരുന്ന കാണിക്കുന്ന ക്യാരക്ടറാണ് അർജുൻ അശോകനും ഈ ബാലു വർഗീസും. ആ ഒരു രീതിയും പക്ഷേ കൊച്ചുങ്ങളിൽ തമ്മിലുള്ള ലുക്ക് വെച്ച് ആ ഒരു ബാലു വർഗീസിൻ്റെ ലുക്കൊക്കെ നല്ലതായിട്ട് അവർ കണക്റ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇമോഷൻ എന്ന് പറഞ്ഞാൽ ഒരു ചെരുപ്പിൻ്റെ കാര്യം. അന്നത്തെ ഫേമസ് ചെരുപ്പാണ് സിൽപ്പർ വെട്ടിയിട്ട് വണ്ടി ഉണ്ടാക്കുന്നത്. അതും ഉജാലയുടെ ഇത് കുപ്പി വെട്ടിയും വെച്ചിട്ടുണ്ട്. പിന്നെ അല്ലാതെ നമ്മുടെ ഓസിനകത്തൂടെ കമ്പിട്ടും വണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് ലോറി ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ കാണുമ്പോൾ നമുക്ക് ആ ഒരു പടത്തിലോട്ട് അങ്ങ് ആയിപ്പോവും. പിന്നെ എനിക്ക് കുറച്ചും കൂടെ ഒന്ന് ഒരു കൊണ്ടുവരാനുള്ളതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കൊച്ചുനാളി സ്കൂളുകളിൽ കളിച്ചുകൊണ്ടിരുന്ന ഒരു കളി ഉണ്ടായിരുന്നു, അതായത് തീപ്പെട്ടി പടവേറ്. അത് ആരൊക്കെ കളിച്ചിട്ടുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്താൽ കൊള്ളായിരുന്നു. ഞാനത് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാം. അത് പ്രാക്ടിക്കലായിട്ട് എടുത്ത് ചെയ്യേണ്ട ഒരു വീഡിയോ. അതായത് തീപ്പെട്ടി പടവേറെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മണ്ണ് കൂട്ടി വെച്ചിട്ട് അതിനകത്ത് തീപ്പെട്ടിപ്പടം വെക്കും. അത് വെച്ചൊരു മത്സരം ഉണ്ടായിരുന്നു. ചെരുപ്പം കൊണ്ട് എറിഞ്ഞിടും, അത് ഇച്ചിരി ദൂരത്ത് നിന്നുകൊണ്ട് ചെരുപ്പം കൊണ്ട് എറിഞ്ഞിടുന്നു. അങ്ങനെ ഒരു കളി ഉണ്ടായിരുന്നു. ഇപ്പോൾ വംശനാശം സംഭവിച്ചു പോയി, ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും അറിയത്തില്ല. അത് ഭയങ്കര മത്സരമായിരുന്നു ആ സമയത്തൊക്കെ. ഞങ്ങളുടെ സ്കൂളുകളിൽ എന്ന് വെച്ചാൽ ഞങ്ങളിപ്പോൾ 1ാം ക്ലാസ്സിലായിരുന്നെങ്കിൽ 5ാം ക്ലാസ് വരെയുള്ള പിള്ളേരുമായിട്ട് ആ ഒരു ഏരിയയിൽ ഭയങ്കര മത്സരമായിരുന്നു സ്കൂൾ വിടുന്ന സമയത്ത്. പിന്നെ അതിനകത്ത് കുറേ കാണിക്കുന്നുണ്ട്, അക്കുകളി കളിക്കുന്നുണ്ട്, കൊച്ചു പിള്ളേരുടെ അക്കുകളി കളിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് 2 പേനകൾ കൊണ്ടുവന്നായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് കണക്റ്റ് ആയതിനെ. അതായത് ആ സമയത്ത് 2 രൂപയ്ക്ക് കിട്ടുന്ന ഒരു പേന ഉണ്ടായിരുന്നു. പിന്നെ റൈനോൺസിൻ്റെ ഈ കുറച്ച് നാൾ മുമ്പാണ് ഞാൻ പിന്നെ ആ പേന കണ്ടത്. റൈനോൺസിൻ്റെ ഒരു പേന ഉണ്ടായിരുന്നു, അതായത് വെള്ളയും നീലയും കൂടെ തമ്മിലുള്ള, നിങ്ങൾ കണ്ടു കാണും. ആ പണ്ടത്തെ ഫേമസ് പേനയാണ്. അതും കൂടെ ഇതിനകത്ത് കാണിച്ചെങ്കിൽ നല്ലതായിരുന്നു. ടോട്ടലി നല്ല രീതിയിൽ കണ്ട് ഇമോഷൻ ചെയ്ത് നമുക്ക് അവസാനമൊക്കെ നല്ല രീതിയിൽ ഒരു ഇമോഷനിൽ കണക്റ്റ് ആകാൻ പറ്റിയ ഒരു നല്ലൊരു പടം. അതായത് പല്ലോട്ടി 90 കിഡ്സ്. ഇത് എല്ലാവർക്കും ഈ പടം ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞാൽ ചിലവർക്ക് ഇതുപോലെ ഇപ്പോൾ ഇറങ്ങുന്ന പിള്ളേർക്കൊന്നും അങ്ങനെ ഇഷ്ടപ്പെടണമെന്നില്ല. ആ ഒരു സമയത്ത് ഒരു 90 സമയങ്ങളിൽ സ്കൂളിൽ പോയിട്ടുള്ളവർക്കും അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഈ ഒരു പടം നല്ല രീതിയിൽ കണക്റ്റ് ആകും. എനിക്ക് നല്ല രീതിയിൽ ഈ പടം കണക്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ വരുന്നവരെ.